ഈ സാധനത്തിനാണ് ഏടിയുള്ളിൽ തപ്പിട്ട് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ യുവാക്കൾ മാത്രമല്ല എല്ലാ ആൾക്കാരും തപ്പുന്നത്. എല്ലാവരും ഗുണമുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഒരു സാമൂഹ്യ പ്രതിനിധികൾ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. യുവാക്കൾക്ക് ആവശ്യമായ തൊഴിലുണ്ടാകണമെന്നതാണ്. ജോബ് ഫെയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിത പ്രശ്നമാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ഇതാണ് നമുക്ക് പറ്റിയ ബെസ്റ്റ് ചാൻസ്. നമ്മൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ ആവട്ടെ പുതിയ വർഷത്തിൽ മറ്റൊരു കർമ്മ പദ്ധതിക്ക് കൂടി നാന്ദി കുറിക്കുകയാണ്. ജനുവരി 11, 12 തീയതികളിൽ കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഉത്തര മലബാറിലെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നേടാൻ സുവർണ അവസരമൊരുക്കുക, നമ്മുടെ കണ്ണൂരിലെയും കേരളത്തിലെയും ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുമുള്ള തൊഴിൽ ദാതാക്കൾക്ക് സംരംഭകർക്ക് അനുയോജ്യമായ തൊഴിൽ സേനയെ രൂപപ്പെടുത്താൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഈ വരുന്ന ജനുവരി 11, 12 തീയതികളിൽ വെച്ച് ഒരു ഗ്ലോബൽ ജോബ് ഫെയറിന് തുടക്കം കുറിക്കുന്നത്. വായന മരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വായന ഉണ്ട്, അത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള വായനയ്ക്ക്, കാഴ്ചകൾക്ക് അതിനെ വേഗത കൂട്ടേണ്ടത് നിങ്ങൾ തന്നെയാണ്. പുറത്തു വശം ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഗ്ലോബൽ ജോബ് ഫെയർ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട്, യുവാക്കൾക്ക് ഇന്ന് ഒരുപാട് അവസരങ്ങൾ തൊഴിൽ തേടി പോകേണ്ടതിന് പകരം മുഴുവൻ തൊഴിൽദായകരായ ആളുകളെ ഒരു സ്പോട്ടിൽ എത്തിച്ചുകൊണ്ട്, അത് സ്വദേശത്തുമുണ്ട് വിദേശത്തുമുണ്ട്, ഇത്തരത്തിലുള്ള പ്രമുഖരായ തൊഴിൽദായകരായ കമ്പനികളെ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിച്ചുകൊണ്ട് ഈ വരുന്ന ജനുവരി 11, 12 തീയതികളിലായി ഗ്ലോബൽ ജോബ് ഫെയർ നടത്തുകയാണ്. കണ്ണൂർ ഗ്ലോബൽ ജോബ് ഫെയർ.com എന്ന വെബ്സൈറ്റിലൂടെ ഇത് രജിസ്ട്രേഷൻ നമുക്ക് ഒരുപാട് 10,000-ഓളമായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കൊരു 10-25,000 ആളുകളെങ്കിലും വേണം. കാരണം 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തൊഴിൽമേള എന്ന് പറയുമ്പോൾ കേവലം ഇൻ്റർവ്യൂ ചെയ്ത് ആവശ്യമുള്ള ആളുകളെ എടുത്ത് പോവുക മാത്രമല്ല, വിവിധ സെമിനാറുകൾ 3-4 സെഷനുകളിലായി സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന വിവിധ സെമിനാറുകൾ, ആ സെമിനാറുകൾ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഒരുപാടാണ്. നിങ്ങൾ എഴുന്നേറ്റ ഉടനെ തന്നെ എന്താ ചെയ്യണം? തമാശക്ക് പണ്ട് ഞാൻ കേട്ട ഉത്തരം എന്താണെന്ന് വെച്ചാൽ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ലുങ്കിക്ക് വരുന്നു. പക്ഷെ ഇപ്പൊ സത്യം എന്താന്ന് വെച്ചാൽ എഴുന്നേറ്റ ഉടനെ തന്നെ മുടിനോ ലുങ്കിക്കോ ഒന്നുമല്ല വരുന്നത്. എന്തിനാ വരുന്നത്? ഈ സാധനത്തിനാണ് ഏടിയുള്ളിൽ തപ്പിട്ട് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ യുവാക്കൾ മാത്രമല്ല എല്ലാ ആൾക്കാരും തപ്പുന്നത്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഏറ്റവും കൂടുതൽ നമുക്കിന്ന് ആശ്രയിക്കുന്നത്, അറിവുകൾ കിട്ടുന്നതിന് വേണ്ടി ഡിജിറ്റൽ മാധ്യമങ്ങളെയാണ് എല്ലാ യുവാക്കളും ആശ്രയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാൻ ആർക്കേ പറ്റുള്ളൂ? നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് ഈ ബ്ലോഗേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പിന്തുണയും സഹായവും ചെയ്തു കൊടുക്കാൻ പറ്റുക. അത് കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഇവിടെ എല്ലാവരും വന്നിട്ടുള്ളത്. അങ്ങനെ തയ്യാറായ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് കൊണ്ടിയും കോർപ്പറേഷൻ കൊണ്ടിയും അഭിനന്ദിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ആവശ്യമുള്ളൂ. എന്തായാലും നമ്മൾ കണ്ണൂർ ദസറ നടത്തി വിജയിപ്പിച്ച ആളുകളാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ. പക്ഷെ കണ്ണൂർ ദസറ ഒരു സാംസ്കാരിക ഉത്സവമാണെങ്കിൽ ജോബ് ഫെയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിത പ്രശ്നമാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം. കാരണം തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, അതും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കി ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് കോർപ്പറേഷൻ ചെയ്യുന്ന ഒരു വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ച പോലെ എന്താ സംഭവം എന്ന് ചോദിച്ചു. എല്ലാവരും ഗുണമുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഒരു സാമൂഹ്യ പ്രതിനിധികൾ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇനി വേണം ഇവരോട് ചോദിച്ചിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. എല്ലാവിധ ആശംസകളും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. എല്ലാവിധ ആശംസകളും. ശരിക്കും കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നു. പക്ഷെ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുവാണെങ്കിൽ എനിക്കൊന്ന് ഇതാണ് നമുക്ക് പറ്റിയ ബെസ്റ്റ് ചാൻസ്. അപ്പൊ എല്ലാരെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ സപ്പോർട്ട് ചെയ്യാം. ഇൻഷാല്ലാഹ് എന്റെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാവും. വളരെ കുറ്റമറ്റ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് പോകുന്നത്. അതിന് പ്രത്യേകമായ വെബ്സൈറ്റ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനു വേണ്ടി ഒരു ഡിജിറ്റൽ
ടീമിനെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഉദ്യോഗാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ സംരംഭകർക്കും ഒക്കെ ആ വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സീറ്റ് മുൻകൂട്ടി തന്നെ ഉറപ്പുവരുത്താനുള്ള സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട് എന്നതുകൂടി ഈ മേളയുടെ പ്രത്യേകതയാണ്.